നമുക്കൊപ്പം കുവൈറ്റിൽ നിന്ന് ഇന്നലെ പുലർച്ചെ മുതൽ നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുന്നുവാണ്. മുന്നു നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുന്നു, എനിക്കൊരു ഗുഡ് മോർണിംഗ് പറയണം എന്നുണ്ട്, പക്ഷേ അത് പറയാൻ കഴിയുന്നില്ല. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ നമ്മൾ നിൽക്കുന്നത് അത്തരം ഒരു ദുരന്ത മുഖത്താണ് ഈ നിമിഷത്ത്. മുന്നു, പ്രേക്ഷകർക്ക് അറിയേണ്ടത് 12 പേരുടെ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ എന്ന വാർത്തയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ മലയാളികൾ ഉൾപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഈ ഘട്ടത്തിൽ? ഡോക്ടർ അരുൺ, നമുക്ക് വല്ലാത്തൊരു പ്രയാസത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം മുന്നു. മുന്നു, ഇപ്പോൾ അവിടെ സമയം എത്രയായി മുന്നു? ഡോക്ടർ അരുൺ, ഇപ്പോ 5:56 പുലർച്ചെ 5:56 ആയിട്ടേ ഉള്ളൂ. ഇവിടെ ഒഫീഷ്യൽ ഡ്യൂട്ടി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 7 മണിക്ക് ശേഷമാണ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് 12 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മലപ്പുറത്ത് നിന്നുള്ള ഒരു പ്രവാസിയുടെ മരണം കൂടിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും കുറച്ച് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിയാനുണ്ട്. അതിൽ മലയാളികൾ ഉൾപ്പെടാനുള്ള സാധ്യത അതുണ്ടോ മുന്നു? ഡോക്ടർ അരുൺ, ഏതാണ്ട് 49ഓളം ആളുകളാണ് ഇന്നലെ മരണമടഞ്ഞത്. അതിൽ 42ഓളം ആളുകൾ ഇന്ത്യൻ ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് മലയാളികളാവാനാണ് സാധ്യത എന്ന് മനസ്സിലാകുന്നു. ഈ ബിൽഡിങ്ങിനകത്ത് താമസിച്ച ആളുകൾക്കിടയിൽ മലയാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇത്രയും ആളുകളുടെ ഡെഡ് ബോഡി ഇപ്പോൾ ദജീജ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് കാലത്ത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് മുഴുവൻ ആളുകളുടെയും, മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഫിംഗർ എടുത്തതിന് ശേഷം, ആളെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം മാത്രമേ ആരൊക്കെയാണ്, അവരുടെ പേര് വിവരങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുത്താമെന്നല്ലേ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ഒരു പരിമിതി ഉണ്ട് നമുക്ക്. ഓക്കെ മുന്നു, എനിക്ക് തോന്നുന്നു ഈ മംഗഫ് എന്ന് പറയുന്ന പ്രദേശം ധാരാളം മലയാളികൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. ലേബർ ക്യാമ്പാണ്, ബാച്ചിലർ അക്കോമഡേഷൻ ആണല്ലോ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് വലിയ ആശങ്കയുണ്ട്. ചിലർക്കൊന്നും വീട്ടിലേക്ക് ഫോൺ കോൾ ചെന്നിട്ടില്ല. അപ്പോൾ അവരൊക്കെ കടുത്ത ആശങ്കയിലാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷേ ഈ ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ? പക്ഷേ അല്ലാത്തവരുടെ കാര്യങ്ങളൊക്കെ ഈ 146 പേരിൽ ചിലരുടെ കാര്യങ്ങളൊക്കെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ വിളിച്ചു പറയുകയോ അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചു പറയുകയോ സേഫാണെന്ന് വിവരം അറിയിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മലയാളികൾ കൂടുതലും തിങ്ങി പറയുന്നത്, ഈ കെട്ടിടത്തിൽ കൂടുതലും മലയാളികളാണ് ഉണ്ടായിരുന്നത് അല്ലേ? അതെ ഡോക്ടർ അരുൺ, ഇവിടെ ഈ കെട്ടിടത്തിനകത്ത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് മലയാളികളായിട്ടുള്ള ആളുകളാണ്. മംഗഫ് എന്ന് പറഞ്ഞ സ്ഥലത്തും ലേബർ ക്യാമ്പുകളാണ് കൂടുതലായിട്ടും ഉള്ളത്. ഒരുപാട് തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഏരിയ ആണ് മംഗഫ് എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ തന്നെ നമുക്കറിയാം, NBTC എന്ന് പറഞ്ഞ കമ്പനിയിൽ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്ന ആളുകൾ മലയാളികളായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട, കൊല്ലം, കോട്ടയം എന്നീ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ് കൂടുതലായിട്ടും ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനിക്കകത്ത്. ഇന്നലെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച കണക്ക് പ്രകാരം ഏതാണ്ട് 56ഓളം പേർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. ഇവരുടെയൊക്കെ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഫാമിലി ആയിട്ട് സംസാരിച്ചൊക്കെയാണ് അറിയുന്നത്. ബട്ട് ഏതാണ്ട് 49ഓളം ആളുകൾ മിസ്സിംഗ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അവരെ ഐഡന്റിഫൈ ചെയ്ത് അതിനുശേഷം ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ എല്ലാവരും. ഓക്കെ മുന്നു സിയാദ്, ഇനി എനിക്ക് തോന്നുന്നു ഓഫീസിലേക്ക് മുന്നു സിയാദിനും പോകണം. മുന്നു സിയാദ് ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ നമുക്കൊരു വീഡിയോ റിപ്പോർട്ടിംഗ് കൂടി നന്നായിരിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നു താമസിക്കുന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ച് അകലെയാണ്. പക്ഷേ പോകുന്ന വഴിയാണോ ഈ മംഗഫ്? അരുൺ, ഞാൻ താമസിക്കുന്നത് കുവൈറ്റ് റിഗായ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റ് ആഭ്യന്തര വകുപ്പിലാണ്. അതുകൊണ്ടാണ് ഇന്നലെ ആ സ്ഥലത്ത് പോകാൻ സാധിച്ചതും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടപെടാൻ സാധിച്ചതും ഒക്കെ. ഇപ്പം കെട്ടിടം പൂർണ്ണമായിട്ടും ഒഴിപ്പിച്ചിട്ടുണ്ട്. അവരെ ആരെയും ഇപ്പോൾ അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. കെട്ടിടത്തിന് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ടല്ലേ? അതെ അരുൺ, തീർച്ചയായിട്ടും. കെട്ടിടത്തിന് താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് മെയിൻ ആയിട്ട് ഇവിടെ തീ പടർന്നത്. അതിൽ നിന്നും ഈ വിഷവാതകം ശ്വസിച്ചിട്ടാണ് കൂടുതലായിട്ടുള്ള ആളുകളും മരണമടഞ്ഞത്. ഈ പുലർച്ചെ 4 മണിക്ക് ഈ സമയത്ത് ഏകദേശം 25ലധികം ആളുകൾ ആ ഒരു ഫ്ലോറിൽ ഉറങ്ങുന്നവരുണ്ടായിരുന്നു. അതായത് കൂടുതൽ ആളുകളുണ്ട്. ഈ മരണപ്പെട്ട ആളുകളുടെ കണക്കിനാണ് പറയുന്നത്. കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ഉറക്കത്തിലാണ്. ഉറക്കുന്ന സമയത്ത് ഈ വിഷവാതകം ശ്വസിച്ചിട്ടാണ് കൂടുതൽ ആളുകളും മരണപ്പെട്ടത്. അപ്പം ഇതിന് 6 നില ഈ കെട്ടിടത്തിനകത്ത് 6ാമത്തെയും 5ാമത്തെയും നിലയിലുള്ള ആളുകൾക്കാണ് കൂടുതലായിട്ടും അപകടം പറ്റിയത്. താഴെയുള്ള നിലയിൽ നിന്നും കൂടുതൽ ആളുകളൊക്കെ പുറത്തേക്ക് പോകാനും വേണ്ടി ശ്രമിച്ചവരുണ്ട്. പക്ഷെ മുകളിലുള്ള ആളുകൾക്ക് അത്ര പെട്ടെന്ന് അത് പുറത്തേക്ക് എത്തിക്കിടാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് മുന്നു ഈ കെട്ടിടത്തിന് ലിഫ്റ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ?
അതെ അതെ. ഇതിന്റെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് എമർജൻസി എക്സിറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടായിരുന്നു കിടന്നത്. അപ്പൊ പെട്ടെന്ന് ഇവർക്ക് പുറത്തേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം കൂടി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ആ വെപ്രാളത്തിലാണ് കൂടുതൽ ആളുകൾ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്നും എടുത്ത് ചാടാൻ ശ്രമിച്ചതും. ഇന്നലെ പറഞ്ഞല്ലോ, പുറപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പെട്ടെന്ന് കെട്ടി ചാടിയ ആളുകൾ വരെയുണ്ട്. അതിസാഹസികപരമായിട്ടാണ് കൂടുതൽ ആളുകളും രക്ഷപ്പെടുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ കയ്യിൽ കിട്ടുന്ന സാമഗ്രികളൊക്കെ എടുത്തിട്ട് തന്റെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് ഒരു കാര്യം കൂടി ചാടിയ മുന്നു, എനിക്കൊന്ന് ഇന്നലെ ഈ സമയമാകുമ്പോഴേക്ക് ഈ തീ വല്ലാതെ ആളി പടർന്നിട്ടുണ്ടാവും. 4-5 എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഡ്യൂട്ടി അവിടെ കുവൈറ്റിൽ മിക്കവാറും ഓഫീസുകളെല്ലാം 7 മണിക്ക് ആരംഭിക്കുമെങ്കിൽ ഒരു 5-5:30 കൂടി എല്ലാവരും അവിടുന്ന് യാത്ര തിരിക്കുമായിരിക്കും അല്ലേ ഓഫീസിലേക്ക്? അതെ അതെ അരുൺ ഡോക്ടർ. അതെ ഞങ്ങളൊക്കെ ഒരു 5:30-6 മണിക്കാണ് ഡ്യൂട്ടിക്ക് പോവാറുള്ളത്. 7 മണി മുതൽ വൈകുന്നേരം ഒരു 3 മണി 4 മണി വരെയാണോ സാധാരണ അവിടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ടൈം? ഗവൺമെന്റ് ഷിഫ്റ്റ് വരുന്നത് രാവിലെ നോർമൽ ഷിഫ്റ്റ് വരുന്നത് 7 മുതൽ 2-2:30 വരെയാണ്. പിന്നെ അത് റൊട്ടേഷൻ ആയിട്ട് വരും. പക്ഷേ ഈ ഫയർഫോഴ്സ്, ആംബുലൻസ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ കുവൈറ്റ് ഗവൺമെന്റിന്റെ അടുത്ത് നമുക്ക് പ്രത്യേകം അറിയേണ്ടത്, അത്ര പ്രത്യേകം അവരെ പ്രശംസിച്ച് പറയേണ്ട ഒന്ന് തന്നെയാണ്. സ്പോട്ടിൽ തന്നെ അവർക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ട്, സഹായങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് രാവിലെ തന്നെ. പക്ഷേ പുറം ലോകത്തേക്ക് ഈ ഒരു വിവരം ഇത്രയും വ്യാപകമായിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചതെന്ന് അറിയുന്നത് ഏകദേശം 8-8:30 കൂടിയാണ്. അപ്പോഴേക്കെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ആളുകളൊക്കെ പിന്നെ രക്ഷാപ്രവർത്തനം നടത്തി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ. മുന്നു, അപ്പോൾ ഈ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നവർ ഉറങ്ങുന്ന സമയം കൂടിയാണ്. മാത്രമല്ല രാവിലത്തെ ഷിഫ്റ്റിലേക്ക് പോകേണ്ടവർ ഏകദേശം 4 കൂടിയൊക്കെ ഉണർന്നു വീഴുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ ഈ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഇവരിൽ പലരുടെയും ജീവൻ നഷ്ടപ്പെട്ടതല്ലേ? അതെ അതെ ഡോക്ടർ അരുൺ. അങ്ങനെയാണ് നമുക്കിപ്പം ഈ മോർച്ചറിയുടെ ഭാഗത്തുനിന്ന്, ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ ആളുകളും മരണപ്പെട്ടത് ഈ വിഷവാതകം ശ്വസിച്ചിട്ടാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റത്. ഓക്കെ, താങ്ക് യു മുന്നു സിയാദ്. എനിക്കൊന്ന് മുന്നു സിയാദിന് ഇന്നും ഓഫീസിലേക്ക് പോകണം, അതിനുള്ള ഒരുക്കത്തിലാണ്. മുന്നു സിയാദ് പോകുന്ന ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുക.